അൽഹംദുലില്ലാഹ് നമ്മുടെ നാട് പുതിയൊരു ഭരണ സംവിധാനത്തിലേക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവാണ്. സത്യപ്രതിജ്ഞ. ആ പ്രതിജ്ഞ സത്യമാകട്ടെ, ആ പ്രതിജ്ഞ സത്യമാകട്ടെ. നമുക്ക് ദ്വാരക്കണ്ടേ? ആ പ്രതിജ്ഞ സത്യമാകട്ടെ. നമുക്ക് പ്രതീക്ഷയുണ്ടില്ല എന്ന് പറയുന്നില്ല. ജയിച്ച പാർട്ടി ആരാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം, സുന്നത്യമായത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ഈ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു പാർട്ടിയോടും വിധേയപ്പെടുന്ന മനസ്സുള്ളവരല്ല. കാലോചിതമായി ദീനിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ നേതൃത്വം പറയുന്നതനുസരിച്ച് ചിട്ടയോടെ പോകുന്ന ആളുകളാണ്. പക്ഷേ ഒരു സംവിധാനം നമ്മുടെ മുന്നിൽ വന്നാൽ അവിടെ പിന്നെ ആ മന്ത്രി ഇന്ന പാർട്ടിയുടെ മന്ത്രിയല്ല, കേരളത്തിന്റെ മുഴുവൻ മന്ത്രിയാണ്. ഒരു മതക്കാരുടേതല്ല, ഒരു സംഘടനക്കാരുടേതല്ല, ഒരു സങ്കുചിതത്വത്തിന്റെ നിഴലിൽ വരേണ്ട ആളല്ല, കേരളത്തിന്റെ മൊത്തം മന്ത്രിയാണ്. പടച്ചോൻ വേണ്ടതുപോലെ ഭരണ സംവിധാനത്തിന്റെ എല്ലാ ചിട്ടകളുമൊത്ത് വളരെ നീതിപൂർവമായി അദ്ദേഹത്തിന് കരുത്തോടെ മുന്നോട്ട് പോകാൻ പടച്ചോൻ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കൊണ്ട് നമ്മൾ പിന്തുണയ്ക്കണം. ചില നല്ല ശൈലികൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. 10 കൊല്ലം കേരളം ഭരിച്ച, 2 ടേമിൽ കേരളം ഭരിച്ച അഖാബ് പിണറായി വിജയനെ അദ്ദേഹം പോയി കണ്ടതായി മീഡിയയിൽ കണ്ടു. ഞാൻ രാഷ്ട്രീയം പറയല്ല, ഞാൻ ഈ ഒരു സംവിധാനത്തിലേക്ക് കയറിയപ്പോൾ ചില പ്രതീക്ഷകൾ സാധാരണ ആളുകൾ ചെയ്യാത്ത അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി അദ്ദേഹത്തോടെ സൗഹാർദ്ദത്തോടെ സംസാരിച്ചു. മീഡിയ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് വന്നത്. അപ്പൊ അദ്ദേഹം വളരെ ആവേശത്തോട് പറയുന്നുണ്ട്, 10 കൊല്ലം ഭരിച്ച പ്രാക്ടീസുള്ള വലിയൊരു സംവിധാനത്തിന്റെ നേതൃത്വമായ നിലവിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരുപാട് പാഠമുള്ള ആളാണ്. അവരുടെ സൗഹാർദ്ദം വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. നല്ല അന്തസ്സുള്ള വർത്തമാനം. പല മരണപ്പെട്ടുപോയ, പാർട്ടി നോക്കാതെ പല മരണപ്പെട്ടുപോയ നേതാക്കന്മാരുടെ വീട്ടിലേക്കും അദ്ദേഹം ചെന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് Z+ കാറ്റഗറി വേണ്ട, വാഹനം കുറയ്ക്കണം, കറുത്ത കാറ് വേണ്ട. നല്ലൊരു തുടക്കമാണ്. അദ്ദേഹം പ്രതീക്ഷയാണെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇറങ്ങി വലിയൊരു വിപ്ലവം നടത്താനുള്ള നല്ല ഒരു ശ്രമം പുതിയ മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ ഒരറ്റത്തുള്ള 2 സംസ്ഥാനങ്ങൾ ഇന്ത്യ മുഴുവനും പ്രതീക്ഷ നൽകുന്ന നല്ലൊരു വിജയമാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. തമിഴ്നാടും കേരളവും ഇതൊരു വലിയ വിപ്ലവമാകട്ടെ. രാജ്യം മുഴുവനും സൗഹാർദ്ദത്തിന്റെ, സഹിഷ്ണുതയുടെ, സെക്കുലറിസത്തിന്റെ മണ്ണായി ഇതോടുകൂടി പടർന്നു പന്തലിച്ച് എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെ പോലെ കാണുന്ന, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ, ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ, സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ, ആരാധനാലയങ്ങളുടെ പേരിൽ, മദ്രസകളുടെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ അറുങ്കൊല ചെയ്യപ്പെടുന്ന ആയിരങ്ങൾ രാജ്യത്തുണ്ട്. അപമാനകരമാണ്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ഇങ്ങനെയുള്ള വിജയങ്ങളെ ഈ രാജ്യം നോക്കിക്കാണുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിജ്ഞ സത്യമായി പുലരുന്നതിനും എല്ലാവരെയും ഒന്നിച്ചു നിർത്തി സഹായകരമാം വിധം, സപ്പോർട്ടാം വിധം അവർക്ക് മുന്നോട്ട് പോകാൻ പടച്ചവൻ തൗഫീഖ് കൊടുക്കട്ടെ എന്ന് സന്ദർഭോചിതമായി പ്രാർത്ഥിക്കുകയാണ്.